അതെ, വാടക റെഡി ആയിട്ടുണ്ടാ? ഞാൻ വാടക മേടിക്കാൻ വേണ്ടി വന്നാണ്. വാടക ഒരാഴ്ചയും കൊണ്ട് കഴിഞ്ഞിട്ട് തന്നാൽ മതിയാ? ഒരാഴ്ചയെ 3 മാസത്തെ വാടക നിങ്ങൾ ഇങ്ങനെ തരാനുണ്ട്. എന്നിട്ടിപ്പോൾ ഇനി ഒരാഴ്ചയെ എന്ത് വർത്താനം ഇത് പറഞ്ഞാൽ? ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം, എനിക്ക് എൻ്റെ 3 മാസത്തെ വാടക കൊണ്ട് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്താ. എനിക്കിത് പൊളിച്ച് കളഞ്ഞിട്ട് വർഷാപ്പ് പണിയാനുള്ളതാണ്. ഭർത്താവില്ലാത്തതും 2 പിള്ളേരുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഇച്ചിരി കരുണ കാണിച്ചത് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ എന്നിട്ടിപ്പോൾ എന്നെ മുതലാക്കാൻ നിൽക്കാനാ? ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്താ, അല്ലെങ്കിൽ എൻ്റെ വാടകതാ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ശമ്പളം കിട്ടിയ കാശ് ഒന്നിനും തികഞ്ഞില്ല, അതാണ് ഞാൻ എത്രയും പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒപ്പിച്ച് ഇക്കടെ കാശ് തന്നേക്കാം. നിങ്ങളൊരു സ്ത്രീ ആയതിൻ്റെ പേരിലാണ് ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചത്. അല്ലെങ്കിൽ വേറെ ആയില്ലാണെങ്കിൽ എനിക്കറിയാം ഈ വീടൊക്കെ പൂട്ടി ഈ ഗേറ്റൊക്കെ പൂട്ടി എനിക്ക് പുറത്താക്കാനായിട്ട്. ഒരാഴ്ച സമയം തരും, എൻ്റെ കാശ് എത്തിച്ചേക്കണം. മക്കളെ ഇടാ, അവിടെ നീ നിങ്ങളുടെ ഉമ്മ വീട്ടിലില്ലേ? വാടക കാശ് തരാന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പം 2 ആഴ്ച കഴിഞ്ഞല്ല. വീട്ടില് ഉമ്മയുണ്ടേക്കാ, പൈസന്റെ കേസ് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. പൈസ മേടിക്കാനായിട്ടേ ഞാൻ വീട്ടിലേക്ക് വന്നെന്ന് ഉമ്മടുത്ത് പറഞ്ഞേക്ക്. ഒക്കോ, ഇവിടെ ആരുമില്ലേ? ഹലോ ഹലോ, ആളില്ലേ? 3 മാസത്തെ വാടക കാശ് ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. വാടക കാശ് ഞാൻ മേടിച്ചോളാം. അതെ, നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ഈ വീടൊന്ന് ഒഴിഞ്ഞു തന്നെ. ഞാൻ അതിന് വേണ്ടിയിട്ട് വന്നാൽ ഇനി എനിക്ക് നിൽക്കാൻ പറ്റുമൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ വേറെ വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാടക എത്ര കാശായിരിക്കും? വാടകയുടെ കേസൊക്കെ ഞാൻ പറയാം. നമ്മളെ ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് ആ കിരാശ്ശേരി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് നേരെ നിന്നാൽ മതി കേട്ടോ. ഇത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വർഷാപ്പ് പൊടിയാനായിട്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വാടക നിങ്ങൾ അവിടേക്ക് അവിടെ തന്നാൽ മതി. ശരി, നാളെ 10 മണിക്ക് കേട്ടോ, ഞാൻ അവിടെ ഉണ്ടാവും. നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറാണോ മീ? 10 മണിക്ക് ഈ വീട്ടിൽ നിന്ന് നമ്മൾ മാറണം. ഇവിടെ വരാനുള്ള പറഞ്ഞത്. അമ്മേ, ആ വീട് നോക്കി നല്ല രസമാണ്. നിങ്ങൾ കുറേ നേരമായി വന്നിട്ട്? ഞങ്ങളിപ്പോൾ എത്തിയുള്ളൂ. ആണോ? ഏതാണിക്ക വീട്? നിങ്ങളുടെ വീടേ ഇതാണ്. ഇക്കത് പുതിയ വീടാണല്ല, ഒരുപാട് വാടക ആവൂലേ? ഇത് വാടകയൊന്നുമല്ല, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിതേക്കണ്ടാണ്. നിങ്ങൾ എൻ്റെ പഴയ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാലേ ചിലപ്പോൾ അത് നാട്ടുകാരെന്നെ കണ്ണി കണ്ടൊക്കെ പറയും. പിന്നെ മുകളിലൊരാളത് പുള്ളിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ഒരു നിമിഷം മതി അദ്ദേഹത്തിന് എന്നെ ദരിദ്രനാക്കാനായിട്ട്. ഈ വീട് കണ്ട, ഇത് നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് ഞാൻ പണം കൊടുക്കുന്നതാണ്. ഞാൻ അത്ര ക്രൂരനൊന്നല്ല. വാ, കയറി. ഇത് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സാണ്. ഇത് ഈ വീടിൻ്റെ താക്കോല് കേട്ടോ. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. എന്ത് പറഞ്ഞ് നന്ദി പറയണമെന്ന് എനിക്ക് വാക്കുകൾ കിട്ടണില്ല. മരിച്ചാലും ഞങ്ങളിത് മറക്കില്ല. പടച്ചോൻ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കൊടുക്കണമെന്നൊന്നുമില്ല. എനിക്ക് കിട്ടണതിൽ ഉള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ മാറ്റി വെക്കണം, അത്രേ ഉള്ളൂ. അതെ, നിങ്ങളുടെ വാടക വീട്ടിൽ കിടക്കുന്ന സാധനങ്ങൾ നിങ്ങൾ കൊണ്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്, കയറിക്കോ.